രസമൂറുന്നിതാ പുതുരുചി രസനതൻ തുമ്പില മധു പകർത്തുന്നുവോ മനമകലേ രുചി മലയാളം രുചി മലയാളം. നമസ്കാരം, എല്ലാ മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം രുചി മലയാളത്തിലേക്ക്. ഞാൻ രാജ് കലേഷ്. കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്നാണ് സാധാരണ പറയാറ്. ഒരു പക്ഷേ ഇല്ലത്തുണ്ടാക്കുന്നതിനേക്കാളും നല്ല ഭക്ഷണം കൊല്ലത്തുണ്ടാക്കുന്നതുകൊണ്ടാവാം അങ്ങനെ പറയുന്നത്. എനിക്ക് പേഴ്സണലായിട്ട് കൊല്ലത്തുകാരുടെ മീൻകറികളാണ് ഏറ്റവും ഇഷ്ടം. മീനിൻ്റെ ശരിക്കുള്ള സ്വാദ് ആസ്വദിക്കാൻ കഴിയുന്ന കറികളാണ് എല്ലാം. ഇന്ന് സത്യത്തിൽ നമ്മൾ മീൻകറിയൊന്നുമല്ല, എന്നാൽ പോലും കൊല്ലത്ത് വന്നു കഴിഞ്ഞാൽ കൊല്ലത്തുകാരുടെ മീൻകറികളെ പറ്റി പറയാതിരിക്കാൻ വയ്യ. അതെന്താണെന്ന് വെച്ചാൽ കായലിൽ നിന്ന് നല്ല ഫ്രഷ് മീൻ കിട്ടും, കടലിൽ നിന്നും നല്ല ഫ്രഷ് മീൻ കിട്ടും. അപ്പോൾ കൊല്ലത്തുകാർ സത്യത്തിൽ കൺഫ്യൂഷൻ ആവും. ഇന്ന് കായൽ മീൻ വേണോ കടൽ മീൻ വേണോ? അവസാനം തീരുമാനിക്കും ഇന്ന് കടൽ മീൻ മതി. അങ്ങനെ തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു നാടാണ്. കാരണം കായലാലും കടലാലും സമൃദ്ധമായ നാടാണ് കൊല്ലം എന്ന് പറയുന്നത്. ഇന്ന് കൊല്ലത്തെ രുചികൾ അന്വേഷിച്ച് നമ്മൾ നടക്കാൻ പോകാം. തുടങ്ങാം. അങ്ങനെ നമ്മൾ അഭിരാമിയുടെ വീട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. വെറും അഭിരാമിയല്ല, ഷെഫ് അഭിരാമി. കണ്ടോ, ഷെഫ് എന്ന് പറയുമ്പോഴാണ് ആകെ ഈ മുഖത്ത് ഞാനൊരു നാണം കണ്ടത്. ഇപ്പോഴേ വെറും ഷെഫല്ല എന്ന് വെച്ചാൽ 6 മാസം ദുബായിൽ വർക്ക് ചെയ്തു. അതിൽ 6ാമത്തെ മാസമാണ് തിരിച്ചിങ്ങോട്ട് പോകുന്നത്. ആ 5 മാസവും ബെസ്റ്റ് പെർഫോമർ ആയിരുന്നു. അപ്പോൾ ആ അവാർഡുകളൊക്കെ എവിടെ ഉണ്ട്? ക്യാഷ് കൂട്ടി തന്ന ക്യാഷ് അവാർഡൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ക്യാഷ് അവാർഡും ഉണ്ടായിരുന്നു, ദിർഹംസ്. അപ്പോൾ ഞാനിന്ന് ഷെഫാണെന്നൊക്കെ പറഞ്ഞ് പൊക്കിയപ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ കുക്ക് ചെയ്യാൻ പോകുന്ന ഷെഫായിരിക്കുമെന്ന്. അല്ല, ഷെഫ് ഇവിടെ ഇന്ന് ഊര് ചുറ്റാനായിട്ട് പോവാണ്. ഷെഫിൻ്റെ അമ്മയാണെന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത്. നാടൻ വിഭവങ്ങളുടെ ഒരു ഉസ്താദാണ് നമ്മുടെ നായിക. ദീപ എന്നാണ് പേര്. ഫുൾ നെയിം എന്താ? ദീപ പ്രസാദ് എന്നാണ് നായികയുടെ പേര്. അപ്പോൾ നായികയാണ് നമുക്കിന്ന് ഒരു സ്പെഷ്യൽ ഡിഷാണ് ഉണ്ടാക്കി തരാൻ പോകുന്നത്. അതിൻ്റെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ ചിരിക്കും. മൂക്കൻ എന്നാണ് അതിൻ്റെ പേര്. കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ടോ? മൂക്കൻ കഴിക്കാൻ ഇഷ്ടമാണോ? ഇനി ചക്കുടു മൂക്കൻ കഴിക്കാൻ ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ മൂക്കൻ എന്ന് പറയുന്ന ഡിഷാണ്. ഇനി അഭിരാമിയെ പറ്റി ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അഭിരാമി പിന്നെ ചമ്മലൊട്ടും ഇല്ലാത്ത ആളാണ്. അപ്പോൾ ചമ്മലൊന്നും ഇല്ലാത്ത അഭിരാമി പാട്ട് പാടാൻ പോവാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. നാടൻ പാട്ട് പൊളിക്ക്. അത് വേണ്ടി വരും. വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് നിർത്തി പാടേണ്ടി വരും. എന്നാലും സാരമില്ല, അഭിരാമി പാട്ട് പൊളിച്ചോ. ഏനുണ്ടോടി അമ്പിളിച്ചന്തം, ഏനുണ്ടോടി താമരച്ചന്തം, ഏനുണ്ടോടി മാരിവിൽ ചന്തം, ഏനുണ്ടോടി മാമഴച്ചന്തം, കമ്മലിട്ടോ പൊട്ട് തൊട്ടോ എനിതൊന്നും അറിഞ്ഞതേയില്ലേ പുന്നാര പൂങ്കുയിലേ. അടിപൊളി. അപ്പൊ ചില്ലറ പാട്ടുകാരി അല്ല. അവിടെ നിന്ന് ഇവിടെ നോക്കുക, ആൾക്കാർ ചോദിക്കുന്നു ഒരു പാട്ട് കൂടി പാടാത്ത എന്താന്ന്. ഒരു പാട്ട് കൂടി പാടിക്കുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ അവസാനം, എപ്പിസോഡിൻ്റെ അവസാനം നമുക്ക് എവിടെയെങ്കിലും ഒരു പാട്ടുകൂടെ നമുക്ക് ചേർക്കാം. അപ്പോൾ നമ്മൾ ഒരു തനി നാടൻ 4 മണി പലഹാരമാണ്, അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഡിപ്പായിട്ട് ഒരു സ്പെഷ്യൽ ഡിപ്പും ഉണ്ട്. അതൊരു ചമ്മന്തിയാണ്. എന്താണ് ആ ചമ്മന്തി എന്ന് നമുക്ക് നോക്കാം. രുചി മലയാളം.
കൊല്ലങ്കോട്ട് തൂക്കം നേർന്ന കുഞ്ഞാറ്റങ്കിളി. കൊല്ലങ്കോട് തന്നെയാണ്. അപ്പൊ അതേ കൊല്ലങ്കോട് തന്നെയാണ്. കൊല്ലങ്കോട് തൂക്കം എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള തൂക്കമാണ്. പക്ഷെ കൊല്ലങ്കോടുകാരുടെ ഡിഷാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ കൊല്ലത്തുകാരുടെ എന്ന് പറഞ്ഞു പോയി. ലേലു അല്ലു ലേലു എല്ലാവർക്കും ലേലു അല്ലു. അപ്പൊ നമ്മൾ ഇന്നത്തെ കൊല്ലങ്കോടുകാരുടെ മൂക്കൻ എന്ന് പറയുന്ന ഡിഷ് ഉണ്ടാക്കാൻ പോവാണ്. 4 മണി പലഹാരമാണ്. അതിന് പ്രധാനമായിട്ടും വേണ്ടത് നമ്മൾ ഈ പ്ലാവില കോട്ടിയിട്ട് പണ്ട് ഈ കഞ്ഞി കുടിക്കാൻ, പക്ഷെ അതുപോലെ അല്ലല്ലേ, ഒന്നുകൂടെ കുറച്ചുകൂടെ കുഴിച്ചിട്ട് നമ്മൾ ഇങ്ങനെ കോട്ടിയെടുക്കണം. ഇതൊന്ന് കോട്ടിയെടുക്കുന്ന ഒന്ന് കാണിച്ചു കൊടുക്കും. ഇങ്ങനെ വെച്ചിട്ട് ഒന്നുമില്ല, വെറുതെ വളരെ സിമ്പിൾ ആണ്. കുറച്ചുകൂടെ അടുപ്പിച്ച് ചെയ്യണം. എന്നിട്ട് ഒരു ഈർക്കിലി വെച്ചിട്ട് നമ്മൾ ഒത്തിയും എടുത്താൽ മാത്രം മതി. കണ്ടോ, എന്നൊക്കെ പാത്രങ്ങൾ അച്ചുമൊക്കെ വന്നേ. അല്ല, എനിക്കൊരു ഭാഗ്യം കിട്ടിയേക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വല്യമാമൻ്റെ വീട്ടിൽ കിളിമാനൂർ എന്ന് പറയുന്ന ഒരു വില്ലേജാണ്. എന്ന് വെച്ചാൽ കുറേ നടന്നു പോയിട്ട് വേണം ആ വീട്ടിൽ പോകാൻ. നമ്മൾ ഏകദേശം 2-3 കിലോമീറ്റർ നടന്ന് വയലിലൂടെയൊക്കെ നടന്നു പോയിട്ട്, അന്ന് അവിടെ കുറേ നെൽകൃഷിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പാടത്തൊക്കെ വർക്ക് ചെയ്യുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അവരൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് കഞ്ഞി കൊടുക്കുമ്പോൾ അവരുടെ കൂടെ ഇരുന്നിട്ട് ഞാൻ നിറയെ കഞ്ഞി കുടിക്കും. അപ്പോൾ അവരുടെ കൂടെ ഇരുത്തിയിട്ട് എന്നെ കഞ്ഞി സൈക്കോളജിക്കൽ മൂവാണ്, അമ്മയുടെ അടവായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 4 വയസ്സായപ്പോഴത്തേക്കും ഞാൻ ഈ പ്ലാവിലേക്ക് ഇവർ വരുന്നതിന് മുമ്പ് കോട്ടി ഇടാൻ തുടങ്ങി. ഇനി എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് നോക്കാം. എന്തൊക്കെയാണ് വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്, വളരെ എളുപ്പമുള്ള ഒരു സാധനമാണ്. അതിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് മീൻ ഉണ്ടാക്കുക. എന്നും ഇഡ്ഡലിയുടെ ഒരു ഷേപ്പ് കിട്ടി കഴിയുമ്പോൾ കുട്ടികൾക്ക് അതൊരു മടുപ്പ്. അപ്പോൾ ഇത് നമ്മൾ ഈ കുമ്പിളിന്റെ ഷേപ്പിൽ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് വളരെ, അതായത് മൂക്കൻ എന്നുള്ള പേര് ഒരു മൂക്കിന്റെ ഷേപ്പിൽ ഇരിക്കുന്നതുകൊണ്ടാണ് അതിന് മൂക്കൻ എന്നുള്ള പേര് വന്നേക്കണേ. ഇതിൽ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. നമ്മൾ അരി കുതിർക്കുക. അരി കുതിർത്തിട്ട് അതിന്റെ അളവെന്ന് വെച്ചാൽ 1 കിലോ അരിക്ക് ഒരു 1/4 കിലോ ഉഴുന്നാണ് കണക്ക്. 1 കിലോ അരിക്ക് 1/4 കിലോ ഉഴുന്ന്, അതാണ് കണക്ക്. അപ്പോൾ നമ്മൾ കുതിർത്ത് വെച്ചിട്ട് ജസ്റ്റ് കട്ടിക്ക് നമ്മൾ അരച്ചെടുക്കുക. നമ്മൾ ദോശമാവിന്റെ പോലെ ആവരുത്, ഇച്ചിരി ഇഡലിയുടെ പരുവത്തിൽ കട്ടിക്ക്, ദോശയെക്കാളും കുറച്ചുകൂടെ കട്ടിയുടെ പരുവം. കുറച്ച് നല്ല കട്ടിയാണ് ഇത്. അരിമാവ് മാത്രമാണ്, അതുകൊണ്ടാണ് ഇത്ര കട്ടി. ഇത് ഉഴുന്നും കൂടെ ചേർക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി. അത് ജീരകം, അത് ഇതിനകത്ത് ഒരു നുള്ള് ജീരകം, മൂക്കനിൽ ഒരു നുള്ള് ജീരകവും കൂടെ ചേർക്കും. ഒത്തിരി ഒരു ഫ്ലേവറിന് വേണ്ടി. വേറെ ഫ്ലേവേഴ്സ് ഒന്നും ഇല്ലല്ലോ ഇതിനകത്ത്, അതുകൊണ്ട് കുറച്ച് ജീരകം നമ്മൾ ചേർക്കും. അപ്പോൾ മൂക്കൻ എന്ന് പറയുന്ന സാധനത്തിനകത്ത് ആകെ 3 ഇൻഗ്രീഡിയൻസ് ആണ്, 3 അല്ല 4 ഇൻഗ്രീഡിയൻസ് ആണ് ചേരുന്നത്. അരി കുതിർത്ത് അരച്ചെടുക്കുക. 1 കിലോ അരിക്ക് പിന്നെ 1/4 കിലോ ഉഴുന്നും അരച്ചെടുക്കുക. സെപ്പറേറ്റ് ആയിട്ട് അരച്ചെടുത്തിട്ട് മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതിലേക്ക് തേങ്ങ ധാരാളം ചേർക്കുക. അതുപോലെ തന്നെ 1 നുള്ള് ജീരകത്തിൻ്റെ പൊടിയും ചേർക്കുക. ഇത്രയും ചേർത്തിട്ട് ഈ കുമ്പിളിനകത്താക്കിയിട്ട് ആവി ചെമ്പിൽ വെച്ചിട്ട് അടച്ച് പുഴുങ്ങിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൂക്കൻ റെഡി. അത്രയല്ലേ ഉള്ളൂ. അതിന്റെ കൂടെ തിന്നാനായിട്ട് ഒരു ചമ്മന്തി ഉണ്ട്. അതിനായിട്ട് വറ്റൽമുളകുണ്ട്, ഉപ്പ്. നമ്മള് വറ്റൽമുളക് വെറുതെ നമുക്ക് മുളകില്ലെങ്കിലും കുഴപ്പമില്ല, മുളക് പൊടി യൂസ് ചെയ്യാം. പക്ഷേ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വറ്റൽമുളക് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അത് ഇത് ഉണ്ടാക്കുമ്പോൾ അത് അരച്ച് ചേർക്കുന്നതാണ്. അപ്പൊ ഈ ചമ്മന്തി ഉണ്ടാക്കുമ്പോഴത്തേക്ക് വറ്റൽമുളക് കുതിർത്തിട്ട് അരയ്ക്കുന്നതാണ്. മുളക് പൊടി ചേർക്കുന്നതിനേക്കാളും കുതിർത്ത് അരയ്ക്കുന്നതാണ് ടേസ്റ്റ് കൂടുതലെന്ന് പറഞ്ഞു. വറ്റൽമുളക് കുതിർത്ത് വയ്ക്കുക. ഉപ്പുണ്ട്, ചെറിയ ഉള്ളിയുണ്ട്, പിന്നെ വെളുത്തുള്ളിയുണ്ട്, പുളിയുണ്ട്. പുളി വളരെ കുറച്ച് മതി. കാര്യം എന്ന് വെച്ചാൽ ഇതിന് പുളി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ലല്ലോ. നമ്മൾ വേഗം ഇത് രാവിലെ അരയ്ക്കും, അപ്പം ഉണ്ടാക്കും. അല്ലെങ്കിൽ വൈകുന്നേരം വരുന്നതിന് ഒരു 1/2 മണിക്കൂർ മുമ്പ് അരച്ച് വെക്കും. പുളിക്കാൻ പാടില്ലല്ലോ, അപ്പൊ പുളിയില്ല സാധനത്തിന്. അതുകൊണ്ടാണ് പുളി ചേർത്തത്. അല്ലെങ്കിൽ നമുക്കിപ്പം ഇത്തിരി പുളി മാവിനായി കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി അത് വേണമെന്നില്ല. ഇല്ല, എന്നുവെച്ചാൽ പുളി ഉണ്ടല്ലോ ഓൾറെഡി. അപ്പോൾ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് അത് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ആദ്യം മൂക്കൻ ഉണ്ടാക്കിയെടുക്കാം. മൂക്കൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. ഓക്കെ. ചെറുതായിട്ട് ആവിയൊക്കെ വരാൻ തുടങ്ങി. നമ്മളിനി മൂക്കൻ അടച്ചു വെക്കാൻ പോവാണ്. അടച്ച് ഒരു കുറച്ച് നേരം 15-20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് വേവും. വെന്തോ ഇല്ലെന്ന് അറിയാനായിട്ട് ഒരു ഈർക്കിലി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇങ്ങനെ കുത്തി നോക്കുക, ഇഡ്ഡലിയൊക്കെ കുത്തി നോക്കുന്ന പോലെ. ഇതിനകത്ത് മാവ് പറ്റിയിരിക്കുകയാണെങ്കിൽ അത് വെന്തിട്ടില്ല എന്നാണ്.
അത് സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ ഇളകി വരികയാണെങ്കിൽ അത് വെന്തു എന്നാണ്. വെന്ത് കഴിഞ്ഞാൽ നമ്മൾ തിന്നും. പക്ഷെ പക്ഷേ അതിനൊരു ചമ്മന്തി ഉണ്ട്. പക്ഷെ അത് ആയി വരുന്ന സമയം കൊണ്ട് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. പക്ഷെ അതൊരു ഷോർട്ട് ബ്രേക്ക്. രുചി മലയാളം. ഇനി നമ്മുടെ നായിക ദീപയെ പറ്റി പറയുമ്പോഴത്തേക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എഴുത്തിൻ്റെ കുറച്ച് അസ്കിതയുള്ള ഒരാളാണ്. ബാലസാഹിത്യകാരിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. 3 പുസ്തകങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ട്. അതിനകത്തെല്ലാം കഥകളാണ്. കഥ എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, ട്യൂഷൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം കുട്ടികൾക്ക് നമ്മുടെ പഴയ തലമുറയിലുള്ള പ്രശസ്തരായ വ്യക്തികളെ ചിലരെ കുറിച്ചൊന്നും അറിയത്തില്ല. നമ്മളിപ്പോൾ സ്വാമി വിവേകാനന്ദൻ ചോദിച്ചപ്പോൾ ആരാണെന്ന് ചോദിച്ച കുട്ടി വരെ ഉണ്ട്. നമുക്കൊരു വിഷമം വന്നു. അപ്പം ഞാനോർത്ത് കുട്ടികൾക്ക് ജസ്റ്റ് വായിക്കാന്ന് വെച്ചാൽ കട്ടി ലാംഗ്വേജ് അല്ലാതെ വളരെ സിമ്പിളായിട്ട് കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അങ്ങനെ അപ്പോൾ അവർ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ 2-3 പുസ്തകങ്ങൾ ഞാൻ അവരെക്കുറിച്ചൊക്കെ അങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ സ്കൂളുകളിലൊക്കെ കുട്ടികൾ എൻ്റെ കുട്ടികൾ തന്നെ അത് വാങ്ങിച്ചോണ്ട് പോയിട്ട് പറഞ്ഞു, മിസ്സേ സ്കൂളിൽ പഠിപ്പിക്കുന്ന ബുക്കിനേക്കാൾ എളുപ്പം മനസ്സിലാവുന്നുണ്ട്, ഭാഷ വളരെ സിമ്പിളായിട്ട് എഴുതി. അപ്പം അങ്ങനെ അല്ല വലിയ എഴുത്തുകാരി അതൊന്നുമല്ല, ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് ചെയ്യുക. അതുമാത്രമല്ല, ഇനി മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഒരു കുക്ക് ബുക്കിൻ്റെ പണിപ്പുരയിലാണ്. അത് 1 വർഷം നീളുന്ന ഒരു പ്രോസസ്സാണെന്ന് പറഞ്ഞു. അതിന് പേരിട്ടോ? അത് പേരിട്ടിട്ടില്ല. പക്ഷേ എനിക്ക് എൻ്റെ ഒരു ഉദ്ദേശം 365 ദിവസം കൊണ്ട് അത് ഫുൾ കംപ്ലീറ്റ് ആക്കണമെന്നുള്ള ഒരു. എത്ര റെസിപ്പിയാണ് ഉദ്ദേശിക്കുന്നത്? 365 റെസിപ്പിയും അതിനകത്ത് ഉണ്ടാവും. പക്ഷേ റെസിപ്പി മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. റെസിപ്പി ഇപ്പം നമുക്ക് ധാരാളം പേര് വളരെ ഭംഗിയായിട്ട് എഴുതിയ പുസ്തകങ്ങളുണ്ട്. അപ്പം അത് മാത്രം പോരാ, നമുക്ക് നമ്മുടെ ഹെൽത്തിനെയും കൂടെ റിലേറ്റഡ് ആയിട്ടുള്ള റെസിപ്പീസാണ്, ഹെൽത്തി റെസിപ്പീസ്. അടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ റെസിപ്പീനേക്കാളേറെ നമുക്ക് ആ ഒരു ഐറ്റത്തിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ഗുണങ്ങളും ദോഷഫലങ്ങളും അതുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി, അതിനു വേണ്ടി മാത്രം. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അത് പ്രതീക്ഷിക്കാം. അത് എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം. ഇനി നമ്മുടെ മൂക്കൻ്റെ കൂടെ ഇവിടെ കുറച്ച് കാറ്റായതുകൊണ്ട് നമ്മൾ മൂക്കൻ്റെ ഉള്ളിലേക്ക് വേവിക്കാനായിട്ട് വെച്ചു. അത് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ ആ ചമ്മന്തിയും കൂടെ ചെയ്യുന്നു. ചമ്മന്തിയുടെ ഇൻഗ്രീഡിയൻസ് അതിൽ മെയിനായിട്ടൊരു കാര്യം, വറ്റൽമുളക് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം മാത്രമാണ് അത് അരച്ചെടുക്കുന്നത്. നമുക്ക് ആദ്യം ഗ്യാസ് നമ്മളിപ്പോൾ ഇതിലെന്താ വറുക്കാൻ പോണേ? ഇതിൽ നമ്മളിപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഇതിലൊരു എനിക്കെപ്പോഴും എണ്ണ കൂടുതലുള്ള ആളാണ്. എനിക്ക് അതിന് അങ്ങനെ ചെയ്താലേ എനിക്കൊരു സംതൃപ്തി ഉണ്ടാവും. അത് ചമ്മന്തി എനിക്ക് ഇത്തിരി എണ്ണയൊക്കെ ഒഴിക്കണം. നമ്മുടെ നൗഷാദൊക്കെ ഇല്ലേ, നൗഷാദൊക്കെ സെയിം ഡയലോഗ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇച്ചിരി എണ്ണയൊക്കെ ഇല്ലെങ്കിൽ ആ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇംപ്രസീവ് ആവില്ല ഉണ്ടാക്കി എടുത്ത് കഴിയുമ്പോഴേക്കും. അപ്പോൾ നമുക്കത് എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി എന്ന് വെച്ചാൽ ഒരു ഫ്ലേവർ അതിൻ്റെ ഒരു ഫ്ലേവറിന് ഒരു പ്രത്യേകതയാണ്. വേണമെന്നുള്ളത് ചിലർ ഇഞ്ചി ചേർക്കാറുണ്ട്. പക്ഷെ നമ്മളിപ്പം കുറച്ച് വെളുത്തുള്ളി മാത്രമാണ് ചേർക്കുന്നത്. വെളുത്തുള്ളി അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഉള്ളി ചേർക്കാം. കൊച്ചുള്ളി ചേർക്കുന്നതും നല്ലതാണ്, അല്ലെങ്കിൽ വലിയ ഉള്ളി എന്താണെങ്കിലും കുഴപ്പമില്ല. ചെറിയ ഉള്ളിയാണെങ്കിൽ കുറച്ചുകൂടെ അതാണ് സ്വാദ്. നമുക്ക് ഉപ്പിട്ട് എളുപ്പം വേവാൻ, നമുക്ക് എളുപ്പപ്പണിക്ക് ആദ്യം നമ്മൾ ഉപ്പിടാറുണ്ട് പൊതുവെ. ഈ ബുക്കിലെ റെസിപ്പീസ് സ്വന്തമായിട്ട് കണ്ടുപിടിച്ച കുറേ ഉണ്ട്. എൻ്റെ അമ്മ തന്നെയാണ് അതിൻ്റെ ശരിക്കും ഞാനൊരു സർപ്രൈസ് പോലെ അമ്മയെ സർപ്രൈസ് ചെയ്യിക്കണമെന്ന് വെച്ചിട്ട് അമ്മയ്ക്കാണ് അതിൻ്റെ ഒരു ഇത് വെച്ചിട്ട് ചെയ്യാന്ന് പറഞ്ഞത്. പക്ഷെ ഇപ്പം അറിയാതെ ഞാനങ്ങോട്ട് ഇന്ന് വെളിപ്പെടുത്തി പോയി. അതാണ് ഈ അല്ല നമ്മൾ ഈ വലിയ രഹസ്യങ്ങളൊക്കെ ഇങ്ങനെ വയ്ക്കും, പക്ഷെ എവിടെയെങ്കിലും അനവസരത്തിൽ നമ്മളെടുത്ത് വിളമ്പ്. ഇത് ഏകദേശം ആയി വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് തീ കുറയ്ക്കാം. തീയിൽ അങ്ങനെ കിടക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ വറ്റൽമുളക് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെക്കും. ചിലർക്ക് വിനാഗിരിയിൽ കുതിർത്ത് വെക്കും. വിനാഗിരിയേക്കാളും നല്ലത് എനിക്ക് തോന്നുന്നു വെള്ളത്തിൽ കുതിർത്തിട്ട് നമ്മൾ ഓൾറെഡി ദോഷമാണ്, ശരീരത്തിന് ദോഷമാണ്. നമ്മൾ വിനാഗിരിക്ക് ഇടാതെ വെള്ളത്തിൽ മുക്കി കുറച്ച് നേരം വെക്കാൻ പറ്റും. അത് നല്ല സോഫ്റ്റാവും. അത് അതിനകത്തിട്ട് വെള്ളം കുറച്ച് കളഞ്ഞാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഒരു കൺസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം നമുക്ക് വേണം. അതുകൊണ്ട് നമുക്ക് വെള്ളം ഉള്ളതൊന്നും കുഴപ്പമില്ല. ഇത് അത്യാവശ്യം നല്ല എരിവായിരിക്കും അല്ലേ? ഇത് പിരിയമുളക് സാധാ മുളക്. പിരിയമുളക് എരിവ് കുറവായിരിക്കും. ഇതിന് അത്യാവശ്യം വേണ്ട ഇത്രയും പുളി ഇട്ടാൽ മതി. വളരെ കുറച്ച് പുളി, അതായത് ചെറിയൊരു കഷ്ണം പുളി അതിനകത്ത് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ആക്കി ഒന്ന് വഴണ്ടാൽ മതി. ആ ഒരു ആ മുളകിൻ്റെ പച്ചച്ചുവ മാറിയില്ലെങ്കിലും അതിൽ ആ എണ്ണ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്.
അപ്പോൾ ഇപ്പോൾ ഏകദേശം നമ്മുടെ മൂക്കനും റെഡി ആയിട്ടുണ്ടാവും. ഇതൊന്ന് തണുത്ത് വന്നു കഴിഞ്ഞാൽ ഇത് അരച്ചും കൂടി എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ചേർത്തിട്ടുള്ള സാധനങ്ങൾ ഞാൻ ഒന്നുകൂടി പറയാം. ആദ്യം നമ്മളൊരല്പം എണ്ണ ഒഴിച്ചു. അതിനകത്തേക്ക് നമ്മൾ വെളുത്തുള്ളി പിന്നെ ഒന്ന് ചതച്ച് വെച്ച വെളുത്തുള്ളിയാണ് അതിനകത്തേക്ക് ഇട്ടത്. അതൊരു ലൈറ്റ് ബ്രൗൺ കളറാവുന്ന സമയത്ത് നമ്മൾ ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതിനകത്തേക്ക് ഇട്ടു. അതും വാടി വരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് വാടി വരാനായിട്ട് ഒരല്പം ഉപ്പിട്ട് കൊടുത്തു. ഇതിന് വേണ്ട പാകത്തിനുള്ള ഉപ്പ് ആദ്യം തന്നെ ഇട്ടു. അതിനുശേഷം നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ച വറ്റൽമുളക് ഇട്ടു. അത് ഒത്തിരി അധികം കഷ്ണങ്ങൾ ഇട്ടു. കാരണം അതെന്താണെന്ന് വെച്ചാൽ വറ്റൽമുളകിൻ്റെ എരിവാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. പിന്നെ ഇതിനൊരു ചെറിയ പുളി കിട്ടാനായിട്ട് ഒരല്പം പുളി ഇട്ടു. നമ്മുടെ ചമ്മന്തി റെഡിയാണ്. എനിക്ക് തോന്നുന്നു ചമ്മന്തി അരച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. എണ്ണ അങ്ങനെ നിൽക്കണം. എണ്ണ ഉണ്ടെങ്കിൽ മുക്കി കഴിക്കുമ്പോഴത്തേനും ഒരു ഫ്ലേവർ കിട്ടും. വെളിച്ചെണ്ണയുടെ ഒരു ഫ്ലേവർ നമുക്കൊരു. പിന്നെ മൂക്കൻ മണമടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് റെഡി ആയിട്ടുണ്ട്. തുറന്നാലോ? തുറക്കാം. അടിപൊളി. നമ്മുടെ മൂക്കനും റെഡിയാണ്. മലയാളികളുടെ ഒരു ഇല വിഭവമാണ് മൂക്കൻ എന്ന് പറയാം. തീർച്ചയായിട്ടും. അപ്പോൾ കൊല്ലങ്കോട്ടുകാരുടെ സ്പെഷ്യൽ ഡിഷാണ് അത്. അമ്മയിൽ നിന്ന് മകൾ പഠിച്ചു. മകളിപ്പോൾ വളരെ അഭിമാന പുരസ്സരം കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരാളാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ 4 മണിക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് നല്ല വിശപ്പാണ്. ആ സമയത്ത് കൊടുക്കാൻ പറ്റിയ ഡിഷാണ് മൂക്കൻ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ മൂക്ക് പോലെ തോന്നുന്നത് കൊണ്ടാണ് മൂക്കൻ എന്ന പേര് വരാനുള്ള കാരണം. അപ്പോൾ ഇതിൻ്റെ ഈർക്കിൽ ഇങ്ങനെ എടുക്കുക, ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുക. കണ്ടോ, മൂക്ക് പോലെ ഇരിക്കും. മൂക്കൻ ഇങ്ങനെ വെക്കുക, ഇത്തിരി ചമ്മന്തി എടുക്കുക, എന്നിട്ട് കയ്യിലേക്ക് ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ഈ മൂക്കൻ ഇങ്ങനെ പൊട്ടിക്കുക. എണ്ണയൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്ന ഈ ചമ്മന്തിയിലേക്ക് ഇങ്ങനെ മുക്കുക. നല്ല എരിവുള്ള ചമ്മന്തി ആയിരിക്കും. ഇങ്ങനെ കഴിക്കുക. വിസ്മയിപ്പിക്കുന്ന ടേസ്റ്റാണ്. എൻ്റെ ഒരു പ്രതീക്ഷ എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയും മുളകൊക്കെ ഇട്ടതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഭീകര എരിവായിരിക്കും. അങ്ങനെ ഭീകര എരിവൊന്നുമില്ല. ഉള്ളി ചേർത്തിട്ടുണ്ട്, എണ്ണ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ കുട്ടികൾക്ക് കൊടുക്കാനുള്ളതും കൂടിയല്ലേ, അതുകൊണ്ടാണ് മുളക് കുറച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. പിന്നെ പുളി കുറച്ച്, പക്ഷെ ആ പുളിയുടെ ഒരു സ്വാദുണ്ട്, ഒരു നല്ലത്. എനിക്കിഷ്ടം അതങ്ങനെയാണ്. ഉഗ്രൻ സ്വാദാണ്. സാധാരണ ഇതുപോലെയുള്ള കുമ്പിളപ്പം നമ്മൾ കഴിക്കാറുണ്ട്, പിന്നെ അല്ലെങ്കിൽ ഇഡ്ഡലി കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ ഏകദേശം ഇതേ ഒരു ഷേപ്പ് വരുന്ന സാധനം അട പോലത്തെ സാധനങ്ങളൊക്കെ കഴിക്കാറുണ്ട്. പക്ഷെ ഇതിനുണ്ടല്ലോ ആ തേങ്ങയും ഉഴുന്നും ദോശയുടെയോ ഇഡലിയുടെയോ ഒരു സാധനമല്ല വരുന്നത്. ആ തേങ്ങയും കൂടെ ചേർന്ന് വരുമ്പോഴത്തേക്ക് പിന്നെ എനിക്ക് തോന്നുന്നു ആ ഫ്ലേവർ കൊടുക്കുന്ന മുഴുവൻ ഫ്ലേവറിങ് ഏജന്റ് എന്ന് പറയുന്നത് ഈ പ്ലാവലയാണ്. അതിൻ്റെ ഒരു ഫ്ലേവറിലാണ് മുഴുവൻ സംഭവം ഉള്ളത്. പിന്നെ ഈ ചമ്മന്തി ഇതിൻ്റെ ടേസ്റ്റിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ്. ഉഗ്രൻ. സ്പൈസി വേണമെന്നുള്ളവർക്ക് കുട്ടികൾക്ക്, അല്ലെങ്കിൽ നമുക്ക് അല്ലാതെ കുറച്ചുകൂടെ മുളകൊക്കെ ഇല്ല. നല്ലതാ. അത് മാത്രമല്ല ആ എണ്ണ ഒരു കിക്ക് വരുന്നുണ്ട് അതിനകത്ത്. ആ ഇലയുടെ ഒരു ഫ്ലേവറൊക്കെ ആയിട്ട് നമുക്ക് നല്ല രുചികരമായ സ്വാദിഷ്ടം മുക്കി അങ്ങനെയും കൊച്ചുങ്ങൾക്ക് കൊടുക്കാറുണ്ട്. പിന്നെ വേണമെങ്കിൽ ശർക്കര ചീകിയിട്ട് വേറൊരു സ്വാദായിരിക്കും. ഉഗ്രൻ സ്വാദാണ്. ടിപ്പിക്കൽ നാടനാണ്. ഇല വിഭവങ്ങളുടെ കൂട്ടത്തിൽ പെടുത്താവുന്ന ഒരു സാധനമാണ്. ഇലയുടെ ഗുണങ്ങളും ഈ ആവിൽ ചെമ്പിൽ വെച്ച് പുഴുങ്ങിയെടുക്കുന്നത് വഴി നമുക്ക് കിട്ടും. ഉഗ്രനാണ്, ഉഗ്രൻ. അപ്പോൾ നമ്മുടെ നായികയ്ക്ക് നന്ദി അറിയിക്കുകയാണ്. നായികയുടെ കുക്ക് ബുക്ക് വരാനായിട്ട് ഞാനും വെയിറ്റ് ചെയ്യുകയാണ്. ഇതുപോലത്തെ ഒരുപാട് സാധനങ്ങളൊക്കെ അതിലുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ലേ? നാടൻ വിഭവങ്ങൾക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത്, പക്ഷെ നമ്മൾ ഹെൽത്ത് ആണല്ലോ അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. കൂടുതലും ഒരുപാട് സന്തോഷം ദീപ. രുചി മലയാളം തുടർന്നുകൊണ്ടേയിരിക്കും. ഒരുപാട് രുചികളുണ്ട്. മൺമറഞ്ഞു പോകാനുള്ള ഒരു പക്ഷേ ഒരു ജനറേഷൻ കഴിഞ്ഞാൽ ഈ റെസിപ്പി ഒരാൾക്കും അറിയില്ല. അപ്പോൾ ദൂരദർശനാകുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യും. ഈ വിഭവത്തെ പറ്റിയിട്ട് അവർ കൂടുതൽ ഒരുപാട് പേർക്ക്, ഒരുപാട് ആൾക്കാരിലേക്ക് ഈ വിഭവത്തിന്റെ റെസിപ്പി എത്തും. മലയാളം. അഭിരാമി, നിന്റെ കയ്യിലാണ് ഇനി മൊത്തം.
ഇനി ഈ എപ്പിസോഡിൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്ന അഭിരാമിയുടെ കൈകളിലാണ്. അഭിരാമിയുടെ നാടൻ പാട്ടാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. അഭിരാമി പാടി തകർത്തോ. അണ്ടേലൊണ്ടനേരെ കണ്ണിലെ ചന്ദ്രന്റെ പുലാലാണ് കണ്ടപാടെ നാണം കൊണ്ടേ ഓ. അണ്ടേലൊണ്ടനേരെ കണ്ണിലെ ചന്ദ്രന്റെ പുലാലാണ് കണ്ടപാടെ നാണം കൊണ്ടേ ഓ. അരോമലമ്പലമുട്ടിന് പൂന്തേനീറ്റാനല്ലി വിരിങ്ങേ. അരോമലമ്പലമുട്ടിന് പൂന്തേനീറ്റാനല്ലി വിരിങ്ങയോ. അണ്ടേലൊണ്ടനേരെ കണ്ണിലെ ചന്ദ്രന്റെ പുലാലാണ് കണ്ടപാടെ നാണം കൊണ്ടേയോ. അനമല ചെമ്പകം പുത്തേ അനമല ചെമ്പകം പൂത്തേ പൂക്കാനൻ്റെ കലമുരുങ്ങി കുടണയം പോകില്ലെന്നല്ലേ കൂരാങ്കിളി കൂവി വിളിച്ചേ. ഉറും ചുറ്റി ഊവുമരത്തിൻ്റെ കീഴേ കൂടെ വിഷി വരുന്നേ. എങ്ങും നിൽക്കാതെങ്ങോ പറന്നേ കണ്ടിടന്തണ്ട നീ എന്നെ ഇങ്ങൊണ്ടു പോണേ ഓ. ഇന്നത്തെ എപ്പിസോഡ് ശരിക്കും ഇരട്ടി മധുരമാണ്. അതീവ സ്വാദിഷ്ടമായ ഒരു വിഭവം നമുക്ക് തന്നു. അതുപോലെ തന്നെ അഭിരാമിയുടെ അതിമനോഹരമായൊരു ഗാനവും നമ്മൾ കേട്ടു. എന്തായാലും 2 പ്രാർത്ഥനകളാണ്. അഭിരാമി ഇപ്പോൾ ഒരു കോഫി ഷോപ്പൊക്കെ ബാംഗ്ലൂർ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ആദ്യത്തെ ബ്രാഞ്ച് തുടങ്ങാൻ പോവാണ്. ഇനി ഞാൻ ചെല്ലുന്ന സമയത്ത് ബാംഗ്ലൂർ എവിടെ തിരിഞ്ഞ് ചവിട്ടിയാലും അഭിരാമിയുടെ കോഫി ഷോപ്പ് ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ പിന്നെ അഭിരാമി നമ്മുടെ ദീപയുടെ ഒരു കുക്ക് ബുക്ക് വരാനിരിക്കുന്നു. അതും ഗംഭീരമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് വിടവാകുന്നു തൽക്കാലം. രുചി മലയാളം തുടരും. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. രുചി മലയാളം രുചി മലയാളം